വായിക്കുന്ന മനുഷ്യൻ വായിക്കാത്ത മനുഷ്യനേക്കാൾ ഉയരങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് നോവലിസ്റ്റും സയൻറ്റിസ്റ്റുമായിട്ടുള്ള സി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഈ ലക്കം കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ VS ഷൈൻലാൽ എഴുതിയിട്ട ലേഖനത്തിൽ ലോക രാഷ്ട്രത്തലവന്മാരുടെ വായന ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ നേട്ടത്തിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ സാറിൻ്റെ വായനാശീലത്തെയും പ്രശംസിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് വായിക്കണം എന്നുണ്ട് എങ്കിൽ ഇവൻ ആശ്രയിക്കുന്നത് പൊതുവായിട്ടുള്ള വായനശാലകളെയാണ്. ഈ വായനശാലകൾ കേരളത്തിൽ എത്ര എണ്ണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അധികാരികളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നത് പന്തളം മുനിസിപ്പൽ ലൈബ്രറിയിലാണ്. ഇവിടുത്തെ വായനശാല തീരെ ബിലോ സ്റ്റാൻഡേർഡായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളായി ഞാൻ വിവിധ അധികാരികളുടെ മുന്നിൽ നിവേദനങ്ങൾ അർപ്പിച്ചിട്ട് ഒരു പ്രയോജനവും കിട്ടാത്തതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ വരെ പോയി. മനുഷ്യാവകാശ കമ്മീഷൻ എൻ്റെ അപേക്ഷയെ അനുഭാവപൂർവ്വം പരിഗണിച്ച് ഉത്തരവിട്ട് എങ്കിലും ഈ പന്തളത്തെ മുനിസിപ്പൽ ലൈബ്രറിയിൽ ഇപ്പോഴും പത്രം വായിക്കാൻ ഉള്ള സൗകര്യം പോലും ഇല്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പോൾ കണ്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 13 ലക്ഷത്തിൽ പരം രൂപ ലൈബ്രറി സെസ്സായി പിരിച്ചെടുത്ത ഈ പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വാങ്ങിച്ച പുസ്തകങ്ങളാകെ 50,000 രൂപയ്ക്കാണ്. ഇത്തരണത്തിൽ എനിക്ക് അധികാരികളോട് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് പന്തളം മുനിസിപ്പൽ ലൈബ്രറിയിൽ മാത്രമല്ല, കേരളമെമ്പാടും ഉള്ള ലൈബ്രറികളിൽ വായിക്കാൻ താല്പര്യമുള്ള മനുഷ്യർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളും വായനാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കണം എന്നാണ്. Thank you.